നമസ്കാരം. അഗ്നിഹോത്രി നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നാൽഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരൊരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. മകം നക്ഷത്രം പിതൃദേവഗണങ്ങളുടെ അനുകൂല ഭാവം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന മകം നക്ഷത്രക്കാർക്ക് തികച്ചും ആശാവഹവും സന്തോഷമംഗളകരവുമായ മാസമാണ് ഏപ്രിലിൽ അനുഭവപ്പെടാൻ പോകുന്നത്. പൂർവികരായി നടത്തി വന്നിരുന്ന കർമ്മങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളോടനുബന്ധിച്ച ചടങ്ങുകളും തങ്ങൾക്ക് സന്തോഷത്തോടെ നടത്തുവാനുള്ള ഭാഗ്യം വന്നു ചേരുന്നു. വിവിധ രംഗങ്ങളിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് മാത്രമല്ല, അതിൻ്റെയെല്ലാം ഫലങ്ങൾ അനുഭവിക്കുവാൻ ഉതകുന്ന തരത്തിൽ വളരെ ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. പൊതുവെ അധികാര മനോഭാവവും ആധിപത്യ സ്വഭാവവുമുള്ള മകം നക്ഷത്രക്കാർ പ്രധാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായും കാണുന്നുണ്ട്. തങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ചെയ്യുന്ന കുടുംബ, സാമൂഹിക, മതപരമായ കാര്യങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു. ഇതിലൂടെ കൈവരുന്ന പൊതുപ്രശംസയിലൂടെ കുടുംബത്തിൻ്റെ മാത്രമല്ല സമൂഹത്തിൻ്റെയും മുന്നിലുള്ള തങ്ങളുടെ സ്ഥാനം വർദ്ധിക്കുന്നതായിട്ടാണ് തെളിയുന്നത്. തങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ താരതമ്യേന പൂർത്തിയാവുന്നതും മനസ്സിലുണ്ടായിരുന്ന ചില സംശയങ്ങളിലും മറ്റും വ്യക്തത വരുന്നതുമാണ്. തങ്ങൾക്കെതിരെ വരുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോയി വിജയിക്കാനുള്ള മഹത്തായ അവസരങ്ങളാണ് മകം നക്ഷത്രക്കാർക്ക് വേണ്ടി ഈ മാസം കാത്തിരിക്കുന്നത്. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.
സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.